ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയ താമസമില്ല. 2024 വരിക, തെരഞ്ഞെടുപ്പാ. രാഹുൽ ഗാന്ധി നടന്നൊന്നും പറഞ്ഞിട്ട് കാര്യം നിർത്തില്ല. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. സംഗതി വീണ്ടും നരേന്ദ്രമോദി വന്നാൽ രാജ്യത്തിന്റെ കാര്യം വലിയ അപകടമാ. അതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ ബോധമുണ്ടോ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നല്ല മനുഷ്യനാ, ഒരു നട്ട് ലൂസാ. പേടിക്കൊന്നും വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. ഞാൻ പറയാം, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഞങ്ങൾക്ക് നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. ഒരു കാര്യം ഉറപ്പാ, രാഹുൽ ഗാന്ധി അല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് എതിരെ അത് ഒഴിവാക്കാൻ നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്താക്കേണ്ടി വന്നാലും ഞങ്ങൾ പിന്താങ്ങും. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. പിന്നെ തന്റെ ഈ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയാ. അതാണ് ഞങ്ങൾ പറഞ്ഞ, മനസ്സിലായില്ലേ? നേരത്തെ താങ്ങിയിട്ടുണ്ടല്ലോ, ഓർമ്മിക്കുന്നില്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ ഞങ്ങൾക്ക് തരാൻ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെന്നെ പറഞ്ഞ അടിയന് കിട്ടിയില്ലേലും മാടോ ഒരു കണ്ടിട്ട് ഒരു ലോക്കൽ വായി നോക്കിയല്ല, അല്പം വിദ്യാഭ്യാസമുള്ള ലക്ഷണമൊക്കെ ഉണ്ട്. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. കഴിച്ചാൽ മതി എന്നാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ വാങ്ങിച്ചോ? ഇല്ല. ഞങ്ങളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നാട് കുട്ടിച്ചോറാക്കലും ഒക്കെയാണ് അവന്റെ വിനോദങ്ങള്. ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നതെന്നും 2024 എന്ന് പറയുന്നത് വരാൻ പോകുകയാണെന്നും ആ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവിയിൽ വീണ്ടും നരേന്ദ്രമോദി വരാനിടയായാൽ എന്തായിരിക്കും ദുരന്തം എന്നും കണ്ടുകൊണ്ട് ഞങ്ങളുടെ സമീപനം എടുക്കുന്നത് നല്ലതെന്നാണ് എന്റെ ഒരു ചെറിയ ഉപദേശം. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഐ മീൻ